أعوذ بالله من الشيطان الرجيم فكلوا مما رزقكم الله حلالا طيبا واشكروا نعمة الله إن كنتم إياه تعبدون إنما حرم عليكم الميتة والدم ولحم الخنزير وما أهل لغير الله به فمن اضطر غير باغ ولا عاد فإن الله غفور رحيم. സൂറത്തുൽ നഹ്ൽ 114-115 ആയത്തുകളാണ്. അള്ളാഹു നിങ്ങൾക്ക് പ്രദാനം ചെയ്ത അനുവദനീയവും ഉത്തമവുമായ ഭക്ഷ്യവിഭവങ്ങൾ ആഹരിച്ചു കൊള്ളുക. അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങൾക്ക് നന്ദി ചെയ്യുക, നിങ്ങൾ അവന് മാത്രം വഴിപ്പെട്ട് ജീവിക്കുന്നവരാണെങ്കിൽ. നിങ്ങൾക്ക് നിഷിദ്ധമാക്കപ്പെട്ടിട്ടുള്ളത് ശവവും രക്തവും പന്നിമാംസവും അള്ളാഹു അല്ലാത്തവരുടെ പേരിൽ അറുക്കപ്പെട്ടതുമാണ്. എന്നാൽ ആരെങ്കിലും നിർബന്ധിതാവസ്ഥയിൽ ഇവ ഭക്ഷിക്കേണ്ടി വന്നാൽ നിയമലംഘനം ഉദ്ദേശിക്കാതെയും അത്യാവശ്യത്തിൻ്റെ പരിധി വിടാതെയും ഉപയോഗിക്കുകയാണെങ്കിൽ തീർച്ചയായും അള്ളാഹു അതിന് പേരിൽ മാപ്പ് നൽകുന്നവനാണ്, കരുണ ഉള്ളവനുമാണ്. അള്ളാഹു ഈ ഭൂമിയിൽ ധാരാളം ഭക്ഷ്യവിഭവങ്ങൾ സൃഷ്ടിച്ചു വച്ചിട്ടുണ്ട്. അവയിൽ ഉത്തമമായതും അനുവദനീയമായതും മാത്രമേ മനുഷ്യന് ഉപയോഗിക്കാൻ പാടുള്ളൂ. നിരോധിക്കപ്പെട്ട വസ്തുക്കൾ അല്ലെങ്കിൽ ഭക്ഷണ പദാർത്ഥങ്ങളൊന്നും ഉപയോഗിക്കാൻ പാടില്ല. ആ നിരോധത്തിന് പിന്നിൽ പല ഉദ്ദേശങ്ങളുമുണ്ട്. അതിലൊന്ന് മനുഷ്യനെ അള്ളാഹുവിനെ, അതായത് ഒരു മനുഷ്യനെ അവൻ അള്ളാഹുവിനെ അനുസരിക്കുന്ന ഒരടിമയെ പരീക്ഷിക്കണം. അപ്പം ഇന്ന സാധനം അല്ലെങ്കിൽ ഇന്ന മൃഗത്തിൻ്റെ മാംസം ഭക്ഷിക്കരുത് എന്ന് അള്ളാഹു കൽപ്പിക്കുമ്പോൾ എത്ര പേര് ആ കൽപ്പനയെ മാനിക്കുന്നുണ്ട്, അനുസരിക്കുന്നുണ്ട് എന്നൊരു പരീക്ഷണം. ഇപ്പോൾ ആദം ദമ്പതികളെ, ആദമിൻ്റെയും ഭാര്യയെയും സ്വർഗത്തിൽ വെച്ച് അവരോട് പ്രത്യേകം കൽപ്പിച്ചിരുന്നു, നിങ്ങൾ ഇവിടെയുള്ള എല്ലാ പഴങ്ങളും ഭക്ഷിച്ചോളൂ, പക്ഷെ ഒരു മരത്തിൻ്റെ പഴം മാത്രം ഭക്ഷിക്കരുത്. അതൊരു പരീക്ഷണമായിരുന്നു. അപ്പോൾ അതുപോലെ മറ്റൊന്ന്, മനുഷ്യൻ്റെ ആരോഗ്യത്തിനും സുഖജീവിതത്തിനും ഹാനികരമായ പലതും ആ നിരോധിക്കപ്പെട്ട വസ്തുക്കളിലുണ്ടാകാം. ഉദാഹരണം പറയുകയാണെങ്കിൽ മദ്യം, അതിന് ദൂഷ്യഫലങ്ങൾ പ്രത്യേകിച്ച് ആരും പറയേണ്ടതില്ല. അതുപോലെ തന്നെ പന്നിമാംസം, അതും മനുഷ്യൻ്റെ ആരോഗ്യത്തിനും ധാർമ്മിക സദാചാര ജീവിതത്തിനും അനുഗുണമല്ല. ഇവരുടെയൊക്കെ ദൂഷ്യഫലങ്ങളെക്കുറിച്ച് വൈദ്യശാസ്ത്രം നന്നായിട്ട് അതിൻ്റെ ദൂഷ്യഫലങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ നിരോധിക്കപ്പെട്ട ഇത്തരം വസ്തുക്കൾ അല്ലെങ്കിൽ ഭക്ഷ്യപദാർത്ഥങ്ങൾ ചിലപ്പോൾ ജീവൻ അപകടത്തിലാവുന്ന ഘട്ടത്തിൽ കഴിക്കാൻ നിർബന്ധിതനാവും. അപ്പോൾ അവിടെ ജീവൻ നിലനിർത്തുക എന്നതാണ് മുഖ്യ പ്രശ്നം. ജീവനെ ഹനിച്ചുകൊണ്ട് ദൈവിക കൽപ്പന നടപ്പാക്കണമെന്ന് ഇസ്ലാം അനുശാസിക്കുന്നില്ല. ജീവന് ഭീഷണി വരുന്ന സാഹചര്യത്തിൽ കുഫറിൻ്റെ, അതായത് സത്യനിഷേധത്തിൻ്റെ വചനങ്ങൾ ഉരുവിടുന്നതിൽ തെറ്റില്ല എന്ന് ഇതിനു മുമ്പുള്ള ആയത്തിൽ പറഞ്ഞതുപോലെ തന്നെ പട്ടിണി കൊണ്ട് ജീവൻ വെടിയുമെന്നൊരവസ്ഥ വരികയാണെങ്കിൽ, അതല്ലെങ്കിൽ ആരെങ്കിലും നിർബന്ധിപ്പിച്ച് ഭീഷണിപ്പെടുത്തി ഭക്ഷിപ്പിക്കുകയാണെങ്കിൽ അവിടെ ആ അത്യാവശ്യ കാര്യം നിർവഹിക്കാൻ വേണ്ടി മാത്രം അത് ഉപയോഗിക്കാം. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ മനുഷ്യജീവിതത്തിന് അനുപേക്ഷണീയമായ ഭക്ഷ്യവിഭവങ്ങൾ നിരോധിക്കുവാനും അനുവദിക്കുവാനുമുള്ള പൂർണ്ണ അധികാരം അതൊക്കെ സൃഷ്ടിച്ച അള്ളാഹുവിന്, ദൈവത്തിന് മാത്രമാണ്. മനുഷ്യർക്ക് അതിനുള്ള അധികാരമില്ല, അതേക്കുറിച്ച് അറിവുമില്ല. വാ ആഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.